അഷ്ടവസുക്കളിൽ ദ്യോവ് എന്ന പേരായ എട്ടാമത്തെ വസു. വസു എന്ന് വെച്ചാൽ എല്ലാവിധത്തിലുള്ള സമ്പത്തും ഭൗതികവും ആധ്യാത്മികവുമായ സമ്പത്തുള്ളവൻ എന്നാണ് വസു എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ എട്ടാമത്തെ വസു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി ഒരു ദിവസം വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വസിഷ്ഠനെ ദർശിക്കുന്നതിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ വസിഷ്ഠൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ നല്ലതുപോലെ സൽക്കരിച്ചു ആശ്രമത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാർ, ഒരു വസിഷ്ഠപത്നിയും കൂടി. അപ്പോൾ ചോദിച്ചു, ഇത്ര വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്ഷണ സൽക്കാരം നൽകാൻ ഈ ആശ്രമത്തിന് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് നന്ദിനിയായ കാമധേനുണ്ട്. നന്ദിനി സന്തോഷത്തോടുകൂടി എല്ലാം പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ടാണ് നന്ദിനി എന്ന് പറഞ്ഞത്. കാളിദാസൻ നന്ദിനിയും കാമധേനുവും രണ്ട് ദൈവിക പശുക്കളായിട്ടാണ് കാളിദാസൻ്റെ സങ്കല്പം. മഹാഭാരതത്തിൽ അങ്ങനെയല്ല, ഇത് രണ്ടും ഒരേ ഒരു പശുവാണ്. നന്ദിനിയായ കാമധേനു എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം. ആ കാമധേനുവാണ് ഇതെല്ലാം നൽകിയത്. അപ്പോൾ കാമധേനുവിൻ്റെ വൈഭവമാണിത്. എന്ത് വേണമെങ്കിലും കാമധേനു സൃഷ്ടിക്കും. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പശുവും ഒരു വൃക്ഷവും ഉണ്ട്. ഇത് വലിയൊരു സങ്കല്പമാണ്. മൃഗങ്ങളെ ആരാധിക്കാനും മൃഗങ്ങളെ ബഹുമാനിക്കാനും മനുഷ്യനെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ഈ കാമധേനു സങ്കല്പവും കൽപ്പക വൃക്ഷസങ്കല്പവും. വൃക്ഷം ജനങ്ങളെ മുഴുവനും രക്ഷിക്കുന്ന ഒരു രക്ഷകൻ്റെ പദവിയിലേക്ക് ഉയരുന്ന മഹോന്നതമായ ഒരു ദർശനമാണ് ഈ കൽപ്പകവൃക്ഷ സങ്കല്പത്തിലൂടെ വ്യാസൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വസുവിനെ വിളിച്ചിട്ട് വസുവിൻ്റെ സഹധർമ്മിണി പറഞ്ഞു, ഈ പശുവിനെ നമുക്ക് തരാൻ പറ, നമുക്ക് കൊണ്ടുപോകാം. ഒരു ആശ്രമത്തിന് ഇത്രയും ദാനശക്തിയുള്ള ഒരു പശുവിനെ എന്തിനാണ്? നമുക്കാണെങ്കിൽ ഇതുകൊണ്ട് വളരെ ഉപയോഗം ഉണ്ടാകുമല്ലോ, ഈ പശുവിനെ വാങ്ങ്. അപ്പോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് മഹർഷി ഇല്ലാതെ ഇതിൽ ഞങ്ങൾക്കൊരു തീരുമാനവും പറയാൻ സാധ്യമല്ല, അതുകൊണ്ട് പശുവിനെ ചോദിക്കരുത്, അത് തരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പശുവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ബലമായിട്ട് അഴിച്ചു കൊണ്ടുപോയി പശുവിനെ. ഭാര്യ പറഞ്ഞ് ബലമായിട്ട് അഴിച്ചെടുക്കുക. അപ്പോൾ ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു വസുവായിരുന്നു ഈ എട്ടാമത്തെ വസു. ഭാര്യ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പശുവിനെ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞ് ബലമായിട്ട് അഴിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. വസിഷ്ഠൻ വന്നപ്പോൾ വിവരം പറഞ്ഞ് ശപിച്ചു. ഭാര്യയുടെ നിർദ്ദേശമനുസരിച്ച് പശുവിനെ അഴിച്ചുകൊണ്ടുപോയി. വസിഷ്ഠൻ വന്നു, പശു എവിടെയെന്ന് ചോദിച്ചു. പശു എവിടെയെന്ന് ചോദിക്കുകയും ഇദ്ദേഹം കണ്ണുകൾ അർദ്ധനിമീലിതങ്ങളാവുകയും ധ്യാനത്തിലേക്ക് ഉടനെ പ്രവേശിക്കുകയും ഇതിൻ്റെ കാരണം സ്വയം കണ്ടുപിടിക്കുകയും അദ്ദേഹം ചെറിയൊരു ശാപം കൊടുക്കുകയും ചെയ്തു. പോയി ഭൂമിയിൽ പോയിട്ട് ഈ എട്ടാമത്തെ വസു, അഷ്ടവസു, ഭൂമിയിൽ പോയിട്ട്, അഷ്ടമവസു എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ വസു എന്നർത്ഥം കിട്ടുള്ളൂ. ഈ അഷ്ടമവസു ഭൂമിയിൽ പോയി ജനിച്ച് അവിവാഹിതനായി അപുത്രനായി ജീവിച്ച് മടങ്ങി വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു വസുവിനെ. ആ വസുവാണ് പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ വിഖ്യാതനായി തീർന്ന രാജ്യതന്ത്രജ്ഞനും സർവജ്ഞനും ഈ ധനുർവേദത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി തീർന്ന ശന്തനുവിൻ്റെ ആദിദപ്തർ.